ഹായ് ഗൈസ്, അപ്പം ഞാനിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള നമ്മുടെ കുഞ്ചാക്കോ നായനായി വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അതിമനോഹരമായ ഒരു സിനിമ തന്നെയാണ്. കാരണം നമ്മുടെ പോലീസ് ഓഫീസറായിട്ടൊക്കെ കുഞ്ചാക്കോ വരിക എന്നൊക്കെ പറയുമ്പം അത് എത്രമാത്രം എങ്ങനെയായിരിക്കും എന്നുള്ള എല്ലാവർക്കും ഒരേപോലെ ഒരു മനസ്സിലുള്ളൊരു ചോദ്യമാണ്. കുഞ്ചാക്കോ അതും പോലീസ് ഓഫീസറായിട്ട് ഒരു കുറ്റാന്വേഷണമൊക്കെ ഇത് രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ എടുക്കുക, അതെങ്ങനെ ഇരിക്കും? കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും ചോക്ലേറ്റ് പയ്യൻ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണ്ടേ, കലിപ്പ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഗൗരവത്തിലൊക്കെ നമ്മുടെ കുഞ്ചാക്കോവനെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് പലപ്പോഴും നമുക്ക് എന്താ പറയണ്ടേ അങ്ങോട്ട് ദഹിക്കാറില്ല. നായാട്ട്, അതുപോലെ നമ്മുടെ ഇരട്ട, എല്ലാവർക്കും അറിയാം, രണ്ട് പടവും അടിപൊളി പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയും കൂടി ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് പോയി കണ്ടത്. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി. ഇരട്ടയും നായാട്ടും ഒക്കെ മുമ്പിൽ ഇനിയും ചെയ്ത് കിടക്കുന്ന നല്ല പോലീസ് സ്റ്റോറികൾ ചെയ്തിട്ടുള്ള ആൾക്കാരും, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോയി കണ്ടത്. പക്ഷേ അടിപൊളി പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. ജിതിൻ അഷ്റഫ് സംവിധാനം ചെയ്ത് മാർട്ടിൻ പ്രാക്കാട്ട്, സിബി ചാവറ, രഞ്ജിത്ത് നായർ, അങ്ങനെ 3 പേര് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുഞ്ചാക്കോൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈസ് പൊളി, അടിപൊളി. സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജിതിൻ അഷ്റഫിൻ്റെ മികച്ച ഒരു ഡയറക്ഷനാണ്. ഷാഹി കബീർ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എൻ്റെ എല്ലാ കഥകളെല്ലാം കറക്റ്റ് നമ്മൾ കാണുന്നവർക്ക് കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ അത് നല്ലൊരു തിരക്കഥ അതിനകത്ത് പണിതുയർത്തിയ നമ്മുടെ ജിതിൻ അഷ്റഫിൻ്റെ അതിമികച്ച സംവിധാനം. പിന്നെ നമ്മുടെ മാർട്ടിൻ പ്രാക്കാട്ട്, പുള്ളിയാണ് നമ്മളെ എടുത്തു പറയേണ്ടത്. കാരണം നായാട്ട്, നമ്മുടെ ഇരട്ട, ഇതെല്ലാം നല്ല പോലീസ് സ്റ്റോറികൾ നല്ല രീതിയിൽ വൻ വിജയമാക്കി തീർത്തിട്ടുള്ള ഒരാളും കൂടിയാണ് മാർട്ടിൻ പ്രാക്കാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഓഫീസർ അല്ല എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് നമ്മുടെ ഫസ്റ്റിൽ തന്നെ ഒരു ഹൈപ്പ് നമുക്ക് കിട്ടി. ഇച്ചിരി കലിപ്പാന്നുള്ള രീതി, ആ കലിപ്പ് അവസാനം വരെയും അത് പിടിച്ചു നിർത്തി. ഓരോ സീനിലും മുട്ടൻ കലിപ്പ്, നല്ല കട്ട ഡയലോഗ്, അടി ഇടി എല്ലാം കൊണ്ട് സൂപ്പർ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, അത് പെൺപിള്ളേരായാലും ആൺപിള്ളേരെല്ലാം ഇപ്പോൾ ഇവർ പോയി കാണണം. കാരണം ഇത് മയക്കുമരുന്നും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ അതിമനോഹരമായിട്ടുള്ള ഷോട്ടുകൾ, 2 പാട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു സിനിമയാണ്. നായാട്ടും ഇരട്ടയൊക്കെ പോലെ തന്നെ വമ്പൻ ഹിറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി.